നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യനയത്തിൽ പ്രായോഗിക മാറ്റം വരുത്താൻ UDF മന്ത്രിസഭയെ ചുമതലപ്പെടുത്തി. തീരുമാനം സുധീരന്റെയും ലീഗിന്റെയും വിയോജിപ്പോടെ. യോഗത്തിൽ മുഖ്യമന്ത്രിയും സുധീരനും തമ്മിൽ വാക്പോര്. നയത്തിലെ മാറ്റങ്ങൾക്കെതിരെ പൊട്ടിത്തെറിച്ച് സുധീരൻ. ഗണേഷ് കുമാറിനെ UDF പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താനും തീരുമാനം. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ കോഫി ഷോപ്പിൽ എത്തിയവരെ തോക്കുധാരി ബന്ദിയാക്കി. തടവിലായവരിൽ ആന്ധ്ര സ്വദേശിയും. കേന്ദ്ര സർക്കാർ ഓസ്ട്രേലിയൻ ഗവൺമെന്റുമായി ചർച്ച നടത്തി. രക്ഷാശ്രമം നീളുന്നു. തോക്കുധാരി ഇറാൻ വംശജനായ ഹാറൂൺ മോറിസ്. ഇന്ധന വില കുറച്ചു. പെട്രോളിനും ഡീസലിനും 2 രൂപ കുറയും. പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ബാബറി മസ്ജിദ് തകർത്തത് ഹിന്ദു ഐക്യത്തിന്റെ പ്രകാശനമെന്ന് BJP MP യോഗി ആദിത്യനാഥ്. പ്രാർത്ഥനയും പോരാട്ടവും ഹിന്ദു മന്ത്രമാകണം. ഹിന്ദു ഐക്യത്തിന് സമയമായി. ക്രിസ്തുമസിനെ സ്കൂൾ തുറക്കുന്നതിനെ ചൊല്ലി രാജ്യസഭയിൽ ബഹളം. തടവിൽ കഴിഞ്ഞിരുന്ന R. ബാലകൃഷ്ണപിള്ളയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ട കേസിൽ റിപ്പോർട്ടർ TVക്കെതിരായ FIR റദ്ദാക്കി. കേസ് നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. മദ്യനയത്തിൽ പ്രായോഗിക മാറ്റം വരുത്താൻ UDF മന്ത്രിസഭയെ ചുമതലപ്പെടുത്തി. സുധീരന്റെയും ലീഗിന്റെയും വിയോജിപ്പോടെയാണ് തീരുമാനം. യോഗത്തിൽ മുഖ്യമന്ത്രിയും സുധീരനും തമ്മിൽ രൂക്ഷമായ വാക്പോരുണ്ടായി. നയത്തിലെ മാറ്റങ്ങൾക്കെതിരെ സുധീരൻ പൊട്ടിത്തെറിച്ചു. ഗണേഷ് കുമാറിനെ UDF പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താനും തീരുമാനമായി. കെ രതീഷ്, UDF യോഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത്? വളരെ ചുരുക്കി. നികേഷ്, രൂക്ഷമായ വാക്പോരായിരുന്നു മദ്യനയത്തിലെ മാറ്റത്തെ സംബന്ധിച്ച് UDF യോഗത്തിനകത്തുണ്ടായത്. മദ്യനയത്തിൽ പ്രായോഗികമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നും അതിന് ക്യാബിനറ്റിനെ ചുമതലപ്പെടുത്തണമെന്നുമായിരുന്നു മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനെ KPC പ്രസിഡന്റ് VM സുധീരൻ എതിർത്തു. ഒരു മാറ്റവും അനുവദിക്കാൻ കഴിയുകയില്ല. ഞാൻ ഇതേ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് ജനപക്ഷ യാത്ര നടത്തിയതാണ്. ജനാഭിപ്രായം തനിക്ക് അറിയാൻ കഴിഞ്ഞു. മദ്യനയത്തെ ജനങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള മദ്യനയത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല എന്നായിരുന്നു VM സുധീരന്റെ വാദം. ഈ സമയത്താണ് VM സുധീരൻ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിച്ചത്. ബാർക്കോഴ വിവാദം ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. ഈ സമയത്ത് മദ്യനയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ബാറുടമകൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്ന ധ്വനി ഉണ്ടാക്കും. പൊതുജനത്തിന് അത്തരം ഒരു സന്ദേശം നൽകും. അതുകൊണ്ട് തന്നെ ഇത് പാടില്ല എന്ന് VM സുധീരൻ പറയുമ്പോഴേക്കും മുഖ്യമന്ത്രി ചാടി എഴുന്നേറ്റു. ഇത്തരത്തിൽ KM മാണിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മളെല്ലാം കൈക്കൊള്ളുന്നത്. KM മാണിക്ക് പിന്നിൽ ഒറ്റക്കെട്ടാണ് UDF. ഈ സമയത്ത് ഇത്തരമൊരു ചർച്ച VM സുധീരൻ നടത്തരുത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ മറുപടി നൽകിയ VM സുധീരൻ ഒരു കാരണവശാലും മദ്യനയത്തിൽ മാറ്റം പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. മുസ്ലിം ലീഗ് ആകട്ടെ ഇതേ അഭിപ്രായം തന്നെ വ്യക്തമാക്കി. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം പുറത്തു പറയുന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഡിസന്റ് നോട്ടോടു കൂടി മാത്രമേ, തങ്ങളുടെ ഭിന്നാഭിപ്രായത്തോടു കൂടി മാത്രമേ പുറത്തു പറയാൻ പാടുള്ളൂ. മാത്രവുമല്ല, മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ മന്ത്രിസഭാ യോഗത്തിലും തങ്ങൾ ഡിസന്റ് നോട്ട് എഴുതും എന്ന് വളരെ കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഒരു കടുത്ത മുന്നറിയിപ്പ് കൂടി യോഗത്തിൽ നടത്തുകയും ചെയ്തു. KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ അഭിപ്രായ ഭിന്നത UDFന്റെ മരണമണിയാണ്, UDFന്റെ തകർച്ചയുടെ ആരംഭമാണ് എന്നായിരുന്നു ഇക്കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. കോൺഗ്രസ് നേതാക്കൾ പുറത്തു പറയാനാണ് ശ്രമമെങ്കിൽ തങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറയുമെന്ന മുന്നറിയിപ്പ് കൂടി നേതാക്കൾ നടത്തി. കേരള കോൺഗ്രസ് നേതാക്കളാകട്ടെ ആദ്യം പ്രായോഗികതയെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. എന്നാൽ ഘടകകക്ഷികൾ എതിർക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഈ മദ്യനയം രൂപപ്പെടുത്താൻ ശ്രമിച്ചവർ തന്നെയാണ് തങ്ങളും, മദ്യനയത്തിന്റെ ആളുകൾ തന്നെയാണ് തങ്ങളും. അതുകൊണ്ട് തന്നെ മാറ്റം ആവശ്യമില്ല എന്ന നിലപാട് കേരള കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചു. ഏറെക്കാലത്തിന് ശേഷം UDF യോഗത്തിലെത്തിയ MP വീരേന്ദ്രകുമാർ ആദ്യം കോൺഗ്രസിനകത്ത് അഭിപ്രായ ഐക്യം ഉണ്ടാക്കണം എന്ന അഭിപ്രായം പങ്കുവയ്ക്കുകയായിരുന്നു. ഈ അഭിപ്രായ ഐക്യത്തിന് ശേഷം മാത്രം മതി നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ. നിങ്ങളുടെ തർക്കമാണ് മദ്യനയത്തിന്റെ ശോഭ കെടുത്താൻ ഇടയാക്കിയത് എന്ന് സോഷ്യൽ ജനതാദളും ഈ യോഗത്തിൽ രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മോടൊപ്പം അജയ് തറയിൽ KPCC വക്താവ്, ഡോക്ടർ TM തോമസ് ഐസക് CPM നിയമസഭാംഗം, ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ, KN ഖാദർ മുസ്ലിം ലീഗ്. ആദ്യം ശ്രീ ജോണി നെല്ലൂർ, ഇന്നിപ്പോൾ യോഗത്തിൽ പങ്കെടുത്ത ഈ പാനൽ താങ്കൾ മാത്രമാണല്ലോ. മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള വാക്പോര് ഇന്നത്തെ ചർച്ചയുടെ ഗതിയെ തന്നെ ബാധിച്ചോ? തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധത്തിൽ? നികേഷേ, എനിക്ക് നിങ്ങളുടെ ഈ റിപ്പോർട്ട് കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. കാരണം UDF യോഗത്തിൽ പങ്കെടുത്ത ഞാൻ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ടിലൂടെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുക. ഒരു കാര്യം ഞാൻ പറയട്ടെ,
അവിടെ UDFന്റെ യോഗത്തിൽ എല്ലാ കക്ഷികളും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങൾക്കൊടുവിൽ മന്ത്രിസഭയെ തീരുമാനമെടുക്കുവാൻ വേണ്ടി പ്രായോഗികമായ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തീരുമാനിക്കുവാനുള്ള എല്ലാ അവകാശവും മന്ത്രിസഭയ്ക്കുണ്ട്. അത് മന്ത്രിസഭ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായത്. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത പല ആളുകളും പല അഭിപ്രായം പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏതാനും ആളുകൾ മദ്യത്തിന് എതിരും കുറെ ആളുകൾ മദ്യപാനികൾക്ക് അനുകൂലവും. അങ്ങനെ ഒരു വിശദീകരണം വേണ്ട. ജോണി നെല്ലൂർ അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതിൽ പ്രായോഗികവാദികളുണ്ട്. ഓഗസ്റ്റ് 21 എടുത്ത തീരുമാനം ഒരു വിധത്തിലും മാറ്റാൻ പാടില്ല എന്ന് നിലപാടെടുത്തവരുമുണ്ട് എന്ന് രണ്ട് നിലപാടുള്ളതായി തന്നെ മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്. നികേഷേ, യാതൊരു സംശയവും വേണ്ട. ഓഗസ്റ്റ് 21 എടുത്ത തീരുമാനം ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്ന് ഏകകണ്ഠമായി ഇന്നത്തെ UDFൽ തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷം ചർച്ചകൾ ഉണ്ടായി. എടുക്കാത്ത തീരുമാനം ഓഗസ്റ്റ് 21 എടുക്കാതിരുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തപ്പോൾ പ്രായോഗികമായ ചില കാര്യങ്ങൾ ആവശ്യമാണ്. ഉദാഹരണത്തിന് ഡ്രൈ ഡേയുടെ കാര്യം, അതുപോലെ തന്നെ ബിയർ ബാർ ലൈസൻസ് കൊടുക്കുന്ന കാര്യം, അതൊക്കെ ചർച്ച വന്നപ്പോൾ ഓരോ കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അങ്ങനെയല്ല. അതിന്റെ ഒടുവിൽ ജോണി നെല്ലൂർ ഈ പറയുന്ന ഓഗസ്റ്റ് 21 തീരുമാനമെടുക്കാത്ത കാര്യങ്ങൾ മന്ത്രിസഭ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ ടൂറിസം തൊഴിൽ സെക്രട്ടറിമാരോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്യനയത്തിൽ പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ടൂറിസം സെക്രട്ടറിയും ഈ തൊഴിൽ സെക്രട്ടറിയും എന്താണ് റിപ്പോർട്ട് നൽകാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് എല്ലാവർക്കും വ്യക്തതയുള്ളതല്ലേ. മാത്രമല്ല ശ്രീ VM സുധീരനും മുസ്ലിം ലീഗും അങ്ങനെ ടൂറിസം സെക്രട്ടറിയുടെയോ തൊഴിൽ സെക്രട്ടറിയുടെയോ മാത്രം റിപ്പോർട്ട് സ്വീകരിച്ചാൽ പോരാ, സമഗ്രമായി മദ്യനയം ഉണ്ടാക്കിയിട്ടുള്ള ഗുണവശങ്ങൾ ദോഷവശങ്ങൾ എല്ലാം പരിശോധിക്കണമെന്ന നിർദ്ദേശമാണ് വെച്ചത്. അതല്ല ഇവരുടെ റിപ്പോർട്ട് കൊണ്ട് മാത്രം പ്രായോഗിക മാറ്റങ്ങൾ വരുത്തിയാൽ മതി എന്ന രണ്ട് വിഭാഗങ്ങളാണ്. അത് താങ്കൾ നിഷേധിക്കുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 21 തീയതിയിലെ തീരുമാനത്തിന് ആരും ഒരു വിയോജിപ്പ് പറഞ്ഞില്ല. പക്ഷെ പ്രായോഗികമായ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഡ്രൈ ഡേ മൂലം ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ അവിടെ മറ്റൊന്നുമല്ല, നമ്മുടെ ടൂറിസം മേഖലയെയും IT മേഖലയെയും കാര്യമായി ബാധിച്ചിരിക്കുന്നു. എന്തോ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളിപ്പോ ഡ്രൈ ഡേ ഞാൻ പറയാം ഡ്രൈ ഡേയുടെ കാര്യത്തിൽ അന്നൊരു തീരുമാനമെടുത്തിരുന്നു. അതിൽ മാറ്റം വരുത്തണമെന്ന് താങ്കൾ അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുകയും UDF അത് മന്ത്രിസഭയ്ക്ക് വിടുകയും ചെയ്തിരിക്കുന്നു. ഇനി ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ക്ലബ്ബുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കുന്ന കാര്യത്തിൽ 1-2 ദിവസത്തേക്ക് താൽക്കാലികമായ ലൈസൻസ് നൽകൽ, ഇതെല്ലാമാണ് ഓഗസ്റ്റ് 21 തീരുമാനിക്കാതെ മാറ്റിവെച്ചത്. ആ തീരുമാനങ്ങളാണ് മന്ത്രിസഭയ്ക്ക് വിട്ടത്. താങ്കളുടെ ആ വാദം ശരിയാണ്. എന്നാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് ഈ മദ്യനയത്തിലെ പ്രായോഗിക മാറ്റമുണ്ടല്ലോ, അതെങ്ങനെ വരുത്തണമെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രായോഗികവാദികൾ നിശ്ചയിച്ചിരിക്കുന്നത്. തൊഴിൽ ടൂറിസം സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിനെ തുടർന്ന് തൊഴിൽ ടൂറിസം സെക്രട്ടറിമാരുടെ റിപ്പോർട്ട് മാത്രം എടുത്താൽ പോരാ, സമഗ്രമായി ഈ കാര്യം പഠിക്കണമെന്ന് ശ്രീ VM സുധീരനും മുസ്ലിം ലീഗ് നേതാക്കളും ഉന്നയിക്കുന്നു. അത് പറ്റില്ല, നമുക്ക് വളരെ വേഗത്തിൽ ഈ നയം മാറ്റം ആവശ്യമുണ്ട്, അതുകൊണ്ട് തൊഴിൽ ടൂറിസം സെക്രട്ടറിമാരുടെ റിപ്പോർട്ട് മാത്രം മതി എന്ന് തീരുമാനിച്ച് മന്ത്രിസഭയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ഇന്നത്തെ UDF യോഗം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. നികേഷ്, ഞാൻ ചോദിക്കട്ടെ, KPCC പ്രസിഡന്റ് VM സുധീരനാണെങ്കിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ, അപ്പൊ അവര് കോൺഗ്രസിന്റെ നയത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കുമെന്ന് കരുതാൻ നമ്മളെന്നെ വല്ല മണ്ടന്മാരുമാണോ? VM സുധീരൻ പറയുന്നത് ഞാനാണ് ജനപക്ഷ യാത്രയുമായി ഇപ്പോ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് കാസർഗോഡ് നിന്നും. എനിക്കറിയാം ജനമനസ്. KPCC പ്രസിഡന്റ് നേരത്തെ തന്നെ പറഞ്ഞതാണ്, കോൺഗ്രസിന്റെ ജനറൽ ബോഡിയിൽ തന്നെ വിശദമായ ചർച്ച ചെയ്തതിന് ശേഷമാണ് മദ്യനയം രൂപീകരിച്ചത്. പിന്നെ പ്രായോഗിക മാറ്റം എന്തിനാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ശ്രീ VM സുധീരൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് തന്നെ വിശദീകരിച്ചതാണ്. അതുതന്നെയായിരിക്കാം അദ്ദേഹം ഇന്ന് യോഗത്തിലും ആവർത്തിച്ചിട്ടുണ്ടാവുക. നികേഷ്, യാതൊരു സംശയവും വേണ്ട, 21 തീയതിയിലെ എടുത്ത മദ്യനയത്തിന് ഒരു മാറ്റവും വരുത്തുന്നില്ല. പക്ഷെ ഡ്രൈ ഡേയുടെ കാര്യത്തിൽ അന്നെടുത്ത തീരുമാനമാണ്.
ഡ്രൈ ഡേയുടെ കാര്യത്തിൽ അതൊന്നും ചില നമുക്കിപ്പോ അപ്രായോഗികത വീണ്ടും പിന്നീട് ബോധ്യപ്പെട്ടു. പൊളിച്ചെഴുതേണ്ടതില്ല. നമ്മുടെ ഞാൻ വരാം ടൂറിസം താങ്കളിലേക്ക്. മേഖലയെ വല്ലാതെ ശ്രീ അജയ് തറയിൽ ബാധിച്ചു ഈ എന്നുള്ള ടൂറിസം യാഥാർത്ഥ്യം. സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും തൊഴിൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി മദ്യനയത്തിൽ പ്രായോഗികമായ മാറ്റം വരുത്താൻ ക്യാബിനറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്? മറ്റ് മേഖലകളെ കുറിച്ച് പഠിക്കാതെ, അതായത് ഗുണവശമുള്ള മേഖലകളെ കുറിച്ച് പഠിക്കാതെ ദോഷവശമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന മേഖലകൾ മാത്രം പഠിക്കുമ്പോൾ ഇതിൽ ഒരു ദുരുദ്ദേശം മന്ത്രിസഭയ്ക്കോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കോ കാണുന്നില്ലേ താങ്കൾ? നികേഷ, ഈ ഇത്തരം തീരുമാനമെടുക്കാൻ മന്ത്രിസഭയെ ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മന്ത്രിസഭയാണല്ലോ തീരുമാനമെടുക്കേണ്ടത്. UDF-ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. UDF അല്ലല്ലോ ഗവൺമെന്റ് എന്ന് പറയുന്നത്. മന്ത്രിസഭയെ ഏൽപ്പിച്ചു, മന്ത്രിസഭയാണ് തീരുമാനിക്കേണ്ടത്. അവര് ലേബർ സെക്രട്ടറിയും അതുപോലെ ടൂറിസം സെക്രട്ടറിയും കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രായോഗികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. അത് മന്ത്രിസഭയുടെ പ്രശ്നമാണ്. ഒരു മന്ത്രിസഭ മുന്നോട്ട് പോകണ്ടേ നികേഷ് അങ്ങനെ വളരെ മോശമായി ചിത്രീകരിച്ചാലോ? അതിന് പ്രായോഗികമായ ചില സമീപനങ്ങൾ വരും. ഇപ്പൊ കോൺഗ്രസിനകത്ത് ഇതിനകം തന്നെ തൊഴിൽ മന്ത്രിയും ടൂറിസം മന്ത്രിയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിൽ മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ എനിക്കാണ് ഒരു അഭിമുഖം തന്നത്. ക്ലോസ് എൻകൗണ്ടർ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് കേരളം തന്നെ തുലഞ്ഞു പോകും ഈ മദ്യനയവുമായി മുന്നോട്ട് പോയാൽ എന്നാണ്. അദ്ദേഹം പറയുന്നത് ടൂറിസം മേഖലയിലും IT മേഖലയിലും വന്നിടിവാണ് സംഭവിക്കാൻ പോകുന്നത്. ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളെ ഉദാഹരണമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ മന്ത്രി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ ടൂറിസം സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ തൊഴിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്തിന്? മന്ത്രി പറയുന്നതിന് വിരുദ്ധമായി ഈ പറയുന്ന സെക്രട്ടറിമാർ റിപ്പോർട്ട് എഴുതുമോ? അപ്പോൾ ഇക്കാര്യത്തിൽ മദ്യനയത്തിലുള്ളൊരു തിരിച്ചുപോക്ക് ആവശ്യപ്പെടുന്നു ഈ പറയുന്ന ലോബികൾ. അതിന് അനുകൂലമായ തീരുമാനമാണ് ഇന്ന് KPCCയെ ധിക്കരിച്ച് മുസ്ലിം ലീഗ് എന്ന രണ്ടാം പാർട്ടിയെ ധിക്കരിച്ച് പോകുന്നത് എന്ന് വേണ്ടേ കരുതാൻ? അല്ല, മന്ത്രിസഭയിൽ തീരുമാനമെടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നികേഷേ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. KPCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഡൽഹിയിൽ ചില കാര്യങ്ങളിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ധിക്കരിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ചില നിലപാടുകൾ എടുത്തു. ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ അവിടെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഗവൺമെന്റിന് പ്രായോഗികമായി പല പരിമിതികളുമുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനും ഗവൺമെന്റിന് എല്ലാ തലത്തിലും ആളുകളെ ചിന്തിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കേണ്ടി വരും. അത് അവരെടുത്തു കൊള്ളട്ടെ. അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് നമുക്കാക്കി കഴിയില്ല. പക്ഷെ പാർട്ടിയുടെ നിലപാട് BM സുധീരൻ പറഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ നിലപാട് ഞങ്ങളെല്ലാവരും പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ പാർട്ടിയിലെ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയുടെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സുധീരൻ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഓഗസ്റ്റ് 21-ന് UDF ഈ തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള UDF ഘടകകക്ഷികൾ അതത് പാർട്ടികളിൽ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഓഗസ്റ്റ് 21-ലെ UDF യോഗത്തിൽ ആ പാർട്ടികൾ തീരുമാനം അറിയിച്ചത്. അന്ന് കോൺഗ്രസിന്റെ ജനറൽ ബോഡി വിശദമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ആ തീരുമാനമാണ് താങ്കൾ തന്നെ ഇതേ വേദിയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഏതാണ്ട് 99% നേതാക്കളും മദ്യനയത്തിന്, അതായത് 418 ബാറുകൾ അടച്ചുപൂട്ടണമെന്ന മദ്യനയത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന്. അന്ന് ഓഗസ്റ്റ് 21-ന് ആ തീരുമാനം എടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനപ്രകാരമായിരുന്നു അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ UDF യോഗം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചു എന്ന് മുഖ്യമന്ത്രി പറയുന്നതിന് ഒരു പാർട്ടിയുടെയും, കോൺഗ്രസിൻ്റെ ഇല്ല, മുസ്ലിം ലീഗിൻ്റെ ഇല്ല, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെയും അവരുടേതായ ഘടകങ്ങളിൽ ചർച്ച ചെയ്യാതെ ഇങ്ങനെയൊരു നയമാറ്റം സാധ്യമാകുന്നത് എങ്ങനെ? അല്ല, നയമാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. ഇനി അവർ ക്യാബിനറ്റ് കൂടി തീരുമാനിക്കട്ടെ, അപ്പോഴല്ലേ നയമാറ്റം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ പ്രസന്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊരു നയമാറ്റവും ഉണ്ടായിട്ടില്ല. മന്ത്രിസഭ കൂടി അവർ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ, മന്ത്രിസഭയുടെ തീരുമാനം പുറത്തു വരുമ്പോൾ വല്ല നയത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. 20 പേര് കൂടി ഉള്ളവരിൽ ഒരുപക്ഷെ CMPO JSSO മാത്രമായിരിക്കാം മന്ത്രിസഭയിൽ ഇല്ലാത്തത്. ബാക്കി എല്ലാവരും മന്ത്രിസഭയിൽ ഉണ്ടെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന് 5 അംഗങ്ങളുടെ പ്രാതിനിധ്യമുണ്ട് UDF മന്ത്രിസഭയിൽ. UDF-ൽ
ഒത്തുതീർപ്പാകാത്ത കാര്യം എങ്ങനെയാണ് ഇതേ കക്ഷികളുള്ള മന്ത്രിസഭയിൽ ഒത്തുതീർപ്പാവുക? ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് നികേഷേ. ഈ മദ്യനയം ആഗസ്റ്റ് 21 തീരുമാനിച്ചപ്പോൾ 418 ബാറുകൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. അത് തുറക്കണ്ടെന്ന് തീരുമാനിച്ചു. 312 പുതിയ ബാറുകൾ പൂട്ടാനും തീരുമാനിച്ചു. അതുപോലെ ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം ക്രമാനുഗതമായി കുറക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഉള്ള തീരുമാനങ്ങളാണ് പ്രധാനമായും മൗലികമായും ഈ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് എടുത്തത്. ഇന്ന് UDF യോഗം ചേർന്നിട്ട് ആ 418 തുറക്കാൻ തീരുമാനിച്ചിട്ടില്ല, 312 തുറക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഔട്ട്ലെറ്റുകൾ കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഭേദഗതി എവിടെയാണ് വന്നത്? ഈ UDF യോഗത്തിൽ എല്ലാവരും ശക്തമായിട്ട് ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗ് പ്രത്യേകമായും ഈ മദ്യനയത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വളരെ ശക്തമായി പറഞ്ഞ ഒരു പാർട്ടിയാണ്. അതുപോലെ ഈ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ തലവൻ വാസ്തവത്തിൽ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ പ്രസിഡന്റ് VM സുധീരനാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ മദ്യനയത്തിൽ ഒരു ഭേദഗതിയും വരുത്താൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. ഏതൊരു നയം നടപ്പിലാക്കുമ്പോഴും ആ നയത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് സമയം ആവശ്യമായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രിസഭാ യോഗത്തിന് അനുവാദം നൽകിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൗലികമായ യാതൊരു മാറ്റവും ഈ മദ്യനയത്തിൽ വരുത്തിയിട്ടില്ല. മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു തീരുമാനം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മദ്യനയത്തിൽ മൗലികമായ വ്യതിയാനമുണ്ടായി, മാറ്റമുണ്ടായി, വെള്ളം ചേർത്തു എന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല. അജയ് തറയിൽ പറഞ്ഞതുപോലെ, ജോണി നെല്ലൂർ പറഞ്ഞതുപോലെ, ജോണി നെല്ലൂർ ആ UDF യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ തൊഴിൽ മന്ത്രി പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. അതൊരു RSPയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ചില വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. അതുപോലെ ഇതുപോലുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഘടകകക്ഷികൾക്കോ മന്ത്രിമാർക്കോ ഉണ്ടാവുക പതിവ് മാത്രമാണ്. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇല്ലാത്ത വിധത്തിൽ ഇത് എങ്ങനെ ഭംഗിയായി നടപ്പിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി ഇപ്പോഴും ആലോചിക്കുന്നത്. ഇതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിന് അനുവദിക്കുകയുമില്ല എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. ശ്രീ തോമസ് ഐസക്, മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ഏറ്റുമുട്ടിയപ്പോൾ KN ഖാദറിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, നിങ്ങളിങ്ങനെ തമ്മിലടിച്ചാൽ അത് UDFൻ്റെ മരണമണിയാകും എന്നാണ്. UDFൻ്റെ മരണമണി പോട്ടെ, ഇന്നത്തെ യോഗത്തോടുകൂടി UDF ഇപ്പോൾ ആവിഷ്കരിക്കുന്ന മദ്യനയത്തിൻ്റെ മരണമണിയാകുകയാണ് എന്നൊരു സംശയം താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഇത് അന്ന് ഓഗസ്റ്റ് 21 തീരുമാനിച്ചത് 418 ബാർ പൂട്ടാനാണ്. ഈ ബാറുകളിലെ വൈൻ ബിയർ വിൽപ്പന തുടരാനല്ലോ. ഇപ്പം ചർച്ച ചെയ്യുന്നത് എന്താ? ഈ 418 ബാറുകളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ബാറുകളിൽ വൈൻ ബിയർ പാർലർ അനുവദിക്കാനാണ്. ഇത് അടിസ്ഥാനപരമായ മാറ്റാണോ അല്ലയോ എന്നുള്ളത് ഖാദറോ നെല്ലൂരോ അജയ് തറയിലോ പറഞ്ഞാൽ മതി. രണ്ടാമത്, ടൂറിസം മേഖലയുടെ പ്രത്യാഘാതങ്ങൾ അത് പരിശോധിക്കുമ്പോഴാണ് കോൺഫറൻസുകൾ തകരുന്നു, അതിൻ്റെ ഫലമായി ടൂറിസം വരുമാനം കുറയുന്നു. അപ്പോൾ ഞായറാഴ്ച ഡ്രൈ ഡേ അല്ലാതാക്കുന്നു. ഇനി ഞായറാഴ്ച മാത്രമല്ല, ഇങ്ങനെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ ഇനി അഡീഷണലായിട്ട് വല്ലതും വേണോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. ഇത് അടിസ്ഥാനപരമായ മാറ്റം നിങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അല്ല. പക്ഷെ ഈ മാറ്റത്തെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാം. യഥാർത്ഥത്തിൽ കോഴയുടെ പ്രശ്നമുണ്ട്, പ്രതിച്ഛായയുടെ പ്രശ്നമുണ്ട്. ഈ രണ്ടും കൂടി പണഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും ഈ തല്ലുപിടുത്തം എന്തിലേക്ക് എത്തുന്ന വെച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണുന്നത് ഇത് UDF ജനങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുന്നതിലേക്ക് നയിക്കും. ഇപ്പോൾ മദ്യനിരോധന ഫലമായിട്ട് കുറച്ചുപേരുടെ പിന്തുണ തങ്ങൾ കിട്ടുമെന്നാണോ കരുതുന്നത്? ഈ കോഴയുടെ പ്രശ്നത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മെത്രാൻ സംഘം തന്നെ എന്ത് നിലപാടാണ് പ്രസിദ്ധീകരിച്ചത്? അപ്പോ ഇത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ ഒരു രാഷ്ട്രീയമായിട്ട് UDFന്റെ രാഷ്ട്രീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. ശ്രീ ഫ്രാൻസിസ് ജോർജ്, KM മാണിക്കെതിരെ ബാർ ഉടമകൾ വലിയൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ
പരമാവധി വഴങ്ങിക്കൊടുക്കുക, അങ്ങനെ ബാർ ഉടമകളെ കൊണ്ട് കൂടുതൽ തെളിവ് വിജിലൻസിന് നൽകിപ്പിക്കാതിരിക്കുക എന്ന ലക്ഷ്യം ഈ പറയുന്ന അഴകുഴമ്പൻ നയത്തിൽ ഉണ്ടോ? ഇല്ല നികേഷ്, അങ്ങനെ യാതൊരുവിധ അഴകുഴമ്പൻ നയവുമില്ല. ഇവിടെ വളരെ വ്യക്തമായി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, UDF യോഗത്തിൽ തീരുമാനമെടുത്തു. അതായത് അടിസ്ഥാന നയത്തിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. അതായത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തുക എന്നുള്ള UDFന്റെ അടിസ്ഥാന നയത്തിൽ യാതൊരു മാറ്റവുമില്ല. UDFലെ എല്ലാ കക്ഷികളും അതിനോട് യോജിക്കുന്നവരുമാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഈ കാര്യത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ കാര്യത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്നും പറയാം, പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ഈ പറയുന്ന 312 ബാറുകൾ ഇതിനകം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. 4 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ള എല്ലാ ബാറുകൾക്കും എല്ലാ ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് നൽകണം എന്ന് കോടതി ഇതിനകം വിധി പ്രസ്താവിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 418 ബാറുകൾ ഇപ്പോൾ 4 സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ചർച്ചയിലിരിക്കുന്ന ശ്രീ ജോണി നെല്ലൂർ അടക്കമുള്ള UDF നേതാക്കളുടെ അഭിപ്രായം ബാക്കിയാകുന്ന ഈ 418 ബാറുകളിൽ 4 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ആക്കാൻ കഴിയാത്ത ബാറുകൾക്ക് ബിയർ വൈൻ പാർലറുകൾ നൽകണമെന്നാണ്. ഇവിടെ മുട്ടിന് ക്ലബ്ബുകളുള്ള സ്ഥലമാണ്. ഈ ക്ലബ്ബുകൾക്കെല്ലാം ബാർ ലൈസൻസ് അനുവദിക്കാൻ പോവുകയാണ്. ഡ്രൈ ഡേ ആയി ഞായറാഴ്ച പ്രഖ്യാപിച്ചത് വേണ്ടെന്ന് വെക്കാൻ പോവുകയാണ്. അങ്ങനെ മദ്യനയം എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതിനേക്കാൾ കൂടുതൽ മദ്യം ഒഴുകുന്ന ഒരു സമീപനമാണ് UDF സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതല്ലേ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം? നികേഷ്, ഇങ്ങനെയൊന്നും കാണേണ്ടതായിട്ടില്ല. ഇതിപ്പോൾ ആരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ ഇപ്പോൾ UDFൽ എടുത്ത തീരുമാനം എന്താണ്? ഒറ്റ തീരുമാനമാണ്. അതായത് അടിസ്ഥാനപരമായി UDF എടുത്തിട്ടുള്ള മദ്യനയം സംബന്ധിച്ച തീരുമാനത്തിൽ തിരുത്തൽ വേണ്ട. പിന്നെ ഉയർന്നു വന്നിട്ടുള്ള കോടതി വഴി ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റു പല മേഖലകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഇതുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച്, സെക്രട്ടറിമാരുടെ കമ്മിറ്റിയെ രൂപീകരിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് ഉചിതമായിട്ടുള്ള തീരുമാനം, അടിസ്ഥാന നയത്തിൽ വെള്ളം ചേർക്കാതെ മായം ചേർക്കാതെ ക്യാബിനറ്റ് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനാണ് ഇന്ന് UDFൽ തീരുമാനിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പൊ നമ്മൾ മുൻകൂട്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ക്യാബിനറ്റാണ് അന്തിമമായിട്ട് തീരുമാനിക്കുന്നത് എന്നാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ശ്രീ ഷിബു ബേബി ജോൺ പറയുന്നത് കേരളം അപ്പാടെ പാതാളത്തിലേക്ക് താണുപോകും എന്നാണ്. അനിൽകുമാർ പറയുന്നത് ടൂറിസം മേഖലയാകെ തകരും എന്നാണ്. അങ്ങനെ മന്ത്രിമാർ പറഞ്ഞതിനനുസരിച്ച് റിപ്പോർട്ട് വരാൻ പോകുമ്പോൾ സ്വാഭാവികമായ മാറ്റമല്ല ഉണ്ടാവുക, അടിസ്ഥാനപരമായ മാറ്റം തന്നെയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ പ്രായോഗിക മാറ്റമല്ല ഉണ്ടാവുക, അടിസ്ഥാനപരമായ മാറ്റം തന്നെയാണ് ഉണ്ടാവുക എന്നറിയാത്തവരാര്? അവർ പറയുന്നതായിട്ട് നികേഷ് പറയുന്നത് അതിശയോക്തിപരമായിട്ടാണ്. അല്ല, അങ്ങനെ പാതാളത്തിലേക്ക് തന്നെ താഴ്ന്നു പോകുന്ന ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടില്ല. ടൂറിസം ആകെ തകർന്നു പോകുന്ന അനിൽകുമാറും പറഞ്ഞിട്ടില്ല. ഇല്ല, ആ നിലപാട് നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു വെർഷനാണത്. അങ്ങനെ കേരളം അപ്പാടെ തകർന്നു പോകുമെന്നാണ് ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞത്. എന്തായാലും അതിനപ്പുറത്തേക്ക് താങ്കൾ പോകാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാൻ KB ഗണേഷ് കുമാറിന്റെ റിയാക്ഷൻ ബൈറ്റിലേക്ക് പോവുകയാണ്. എന്താണ് KB ഗണേഷ് കുമാർ പറഞ്ഞതെന്ന് കേൾക്കാം. UDFന്റെ യഥാർത്ഥ മുഖമെന്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. ഇന്ത്യയിൽ അഴിമതി ഈ രാജ്യത്തെ നശിപ്പിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ഇത്തരം നടപടികൾ ശരിക്കും വളരെ അത്ഭുതകരമായ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. സത്യം മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. സത്യം ഒന്നേ ഉള്ളൂ, അതിനൊരു മുഖമേ ഉള്ളൂ സത്യത്തിന്. എന്റെ ദൈവം തന്നെ സത്യമാണ്. ഇന്ത്യയിലും അഴിമതിക്കെതിരെ പോരാടാൻ കരുത്തുള്ള ഒരുപാട് ശക്തികളുണ്ട്, ഒരുപാട് നല്ല മനസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, എല്ലാ കക്ഷികളിലും ഉണ്ട്. അല്ല, ഇനിയിപ്പോൾ എന്തായാലും UDFൽ നിൽക്കാൻ അല്ലെങ്കിൽ UDFൽ തുടരാൻ സാധിക്കുകയില്ലല്ലോ. താങ്കൾ LDFന്റെ പിന്തുണ തേടുമോ ഈ കാര്യത്തിൽ? അതൊക്കെ അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എന്റെ പാർട്ടി ഒരു തീരുമാനം എടുക്കണം. എന്റെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്. വലിയ പാർട്ടിയുള്ളവർക്ക് എന്തുമാകാം, ചെറിയ പാർട്ടിയുള്ളവർക്ക് ഒന്നും ആകാം, ഒന്നും പാടില്ല. അവർക്ക് വേറെ ഒരു സദ്യയിൽ 2 തരം വിളമ്പാണ്. ന്യായമില്ല, നീതിയില്ല, അതുകൊണ്ട് സത്യമില്ല. ഇപ്പം സത്യവുമില്ല. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആരുടെ പിന്തുണയും സ്വീകരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. അല്ല, ഒരു MLA വോട്ടിന് നിൽക്കേണ്ട സാഹചര്യം വന്നാൽ അപ്പോഴും എന്നെ തിരിച്ചു വിളിച്ചോളൂ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം താങ്കൾ മനസ്സിലാക്കണം, കേരളത്തിലെ മാറ്റങ്ങളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് എന്റെ കുടുംബം തകർത്ത് എന്റെ 2 ആളുകൾ അധികാരത്തോടെ ചുവന്ന ബോർഡ് വെച്ച കാറിൽ നടക്കുന്നുണ്ട്. എന്റെ വ്യക്തി ജീവിതം തകർത്തു UDFലെ ചില ആളുകളാണ്, എല്ലാവരും ഒന്നും ഞാൻ പറയില്ല.
UDF ചില ആളുകൾക്കുള്ള റോള് നിങ്ങളോട് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു തരണോ? കണ്ടവരല്ലേ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ. ശ്രീ ജോണി നെല്ലൂർ, UDFന്റെ യഥാർത്ഥ മുഖം KB ഗണേഷ് കുമാർ ഇപ്പോഴാണ് കണ്ടത്. അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരാൾക്കെതിരെ ഇന്ത്യയിൽ ഇത്തരമൊരു നടപടി ഇതാദ്യമായിട്ടായിരിക്കും എന്ന് പറയുന്നു. മറുവശത്ത് നേരത്തെ ഡോക്ടർ ഐസക് ചൂണ്ടിക്കാണിച്ചതാണ്, അഴിമതി ആരോപണം നേരിടുന്നയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി എത്ര വേണമെങ്കിലും വെള്ളം ചേർക്കാമെന്ന നിലപാട്. ഇത് UDFന് ചേരുന്നതാണോ? ഞാൻ ആദ്യമേ തന്നെ ഡോക്ടർ ഐസക്കിനോട് ഒരു മറുപടി പറയട്ടെ. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ നയം എന്താ മാറിയില്ലെന്നൊക്കെ. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കട്ടെ. നാളെ ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ അടച്ചിട്ട ബാറുകളൊന്നും തുറക്കുകയില്ല എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ ആ നയത്തിൽ മാറ്റം വരുത്തുകയില്ല എന്ന് പറയാൻ കഴിയുമോ? ഇതൊന്നും പറയാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയുന്നത് ശരിയല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇതൊരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ എല്ലാ കക്ഷികളുമുണ്ട്. ഓരോ കക്ഷികൾക്കും അവരുടെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചില ആളുകൾ മാത്രം മദ്യനിരോധനത്തിന് വേണ്ടി നിൽക്കുന്നു, ചില ആളുകൾ മദ്യത്തിന് വേണ്ടി നിൽക്കുന്നു. അങ്ങനെ ഒരു തരംതിരിവ് വേണ്ട. ഇവിടെ എല്ലാവരും ഒരേ കാഴ്ചപ്പാടുള്ളവരാ. ഞങ്ങൾ ആരും മദ്യപാനികൾക്ക് വേണ്ടിയോ മദ്യ മുതലാളിമാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല. പ്രായോഗികമായി കേരളം നല്ല നിലയിൽ മുന്നോട്ട് പോകണം. ഗണേഷ്കുമാറിന്റെ പ്രതികരണം ഞാൻ കേട്ടു. ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ഇന്ന് UDFൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നടപടിയും എടുത്തില്ല. അവിടെ ആകെ ഉണ്ടായത് ഈ വിഷയം അവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് അദ്ദേഹത്തെ വിളിക്കേണ്ടതില്ല, ഈ കാര്യത്തിൽ ഒരു അവസാന തീരുമാനം എടുക്കുന്നവരെ ആ കാര്യത്തെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ പിന്നീട് നടത്താം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയുണ്ടായത്. അദ്ദേഹത്തെ ചെറുതാക്കി കാണുകയോ അദ്ദേഹത്തിന്റെ കക്ഷിയെ ചെറുതാക്കി കാണുകയോ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിളിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം മാത്രമേ ഇവിടെ വന്നുള്ളൂ. അല്ലാതെ അത് സംബന്ധിച്ചൊരു തീരുമാനമൊന്നും അന്തിമമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത് തെറ്റിദ്ധാരണ കൊണ്ട് ആകാമെന്നാണ് എനിക്ക് കരുതുന്നത്. അല്ലാതെ ഞാനിപ്പോഴും പറയുന്നു, ഗണേഷ് കുമാറിന് അങ്ങനെയുള്ള അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയേണ്ട വേദി UDFന്റെ യോഗമായിരുന്നു, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി യോഗമായിരുന്നു. നിയമസഭയുടെ ഫ്ലോറിൽ വന്ന് ഒരു ഭരണകക്ഷി MLA ഇപ്രകാരം പറഞ്ഞത് ശരിയായില്ല, മുന്നണിയുടെ മര്യാദയ്ക്ക് ലംഘനമായി അത് കാണാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ ഐസക്, വ്യക്തിപരമായി എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ ചുമന്ന അധികാരത്തിന്റെ ബോർഡ് വെച്ച് ഇപ്പോഴും നടക്കുന്നു എന്ന് വലിയ ഗുരുതരമായ ആക്ഷേപം ശ്രീ KB ഗണേഷ് കുമാർ ഉന്നയിക്കുകയാണ്. അതായത് എന്നെ മന്ത്രിസഭയിൽ നിന്ന് ചതിച്ചു പുറത്താക്കുകയായിരുന്നു. 1. 2, അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ കുറേ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ട്, അവരോടൊക്കെ സഹകരിച്ചു പോകും എന്ന്. എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? അഴിമതി സംബന്ധിച്ച് ഞങ്ങൾ നയം വ്യക്തമാക്കി. രാജിവെച്ച ശേഷം പാതി വിഴുങ്ങി വർത്താനം പറഞ്ഞാൽ പറ്റില്ല. അദ്ദേഹം വ്യക്തമായിട്ടുള്ള തെളിവുകൾ സംസാരിക്കട്ടെ, അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ടാവും. ആരദ്ദേഹത്തെ UDF ചതിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളല്ല. അത് അദ്ദേഹം തന്നെ UDF ആയിട്ട് കണക്ക് തീർത്താൽ മതി. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാതി പറഞ്ഞു വെച്ച കാര്യങ്ങൾ അദ്ദേഹം പൂർത്തീകരിക്കുക. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സംശയവും വേണ്ട, ഇനിയുള്ള ദിവസങ്ങൾ 3 ഉള്ളെങ്കിലും ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് ബാക്കി പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഇന്നിപ്പോൾ ശ്രീ KP മജീദ് ഞങ്ങൾക്ക് തന്ന ഒരു സൗണ്ട് ബൈറ്റ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അച്ഛനെ കേൾക്കാത്ത ഒരു ഉണ്ണിക്കുട്ടൻ, അതൊന്നും നമ്മൾ ഗൗരവമായി എടുക്കുന്നില്ല എന്നാണ്. പ്രതിപക്ഷം പോലും അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല, അവർ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തിന് അത് UDF യോഗത്തിൽ ഉന്നയിക്കണമെന്നാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ട് ശ്രീ KN ഖാദറിൻ്റെ പാർട്ടി ഇന്ന് UDF യോഗത്തിൽ അത് ഉന്നയിക്കുകയും UDF പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ നിങ്ങളത് ഏറ്റെടുത്തില്ല എന്ന് മുസ്ലിം ലീഗ് ആശ്വാസം കൊള്ളുന്നുണ്ട്. മുസ്ലിം ലീഗ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ അതിൽ വളരെ ശരിയുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഖണ്ഡിതമായ അഭിപ്രായം. അദ്ദേഹം രണ്ടാമത്തെ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിലും ആ മന്ത്രിയെക്കുറിച്ച് പേര് പറഞ്ഞില്ലെങ്കിലും കേട്ടുകേൾവി വെച്ച് നോക്കുമ്പോൾ വളരെ ശരിയായ വിമർശനമാണ് വെച്ചിട്ടുള്ളത്.
ഏതായാലും അദ്ദേഹം പാതി വഴി പൊതുമരാമത്തിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം പൂർണ്ണമായിട്ട് കേൾക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇന്നിപ്പോ UDF യോഗത്തിന് ശേഷം എല്ലാവരുടെയും നിലപാട് വ്യക്തതയോടുകൂടി നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ VM സുധീരൻ എന്ത് നിലപാട് സ്വീകരിച്ചു, മുസ്ലിം ലീഗ് എന്ത് നിലപാട് സ്വീകരിച്ചു തുടങ്ങി ഈ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് വരെ എന്ത് നിലപാടെടുത്തു എന്നത് സംബന്ധിച്ച് അവ്യക്തതകളൊന്നുമില്ല. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യത്തിൽ ഒരു മൗനമാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ശ്രീ PJ ജോസഫിനോട് ശ്രീ KM മാണി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. തെളിവ് കൊണ്ടുവാ എന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യൊന്നും വേണ്ട എന്ന്. നിങ്ങൾ ഇത്ര പേടിച്ചു പോയോ? ഇങ്ങനെയൊക്കെയാണോ ഒരു പാർട്ടി പ്രവർത്തിക്കേണ്ടത്? ഒരു ആക്ഷേപം വന്നാൽ കുറച്ചുകൂടെ ധൈര്യം കാണിക്കണ്ടേ? ഇല്ല നികേഷ്, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ഭയത്തിന്റെയും പ്രശ്നമില്ല. ഞങ്ങൾ അങ്ങനെ അനാവശ്യ ധൈര്യവും കാണിക്കാറില്ല. ഇവിടെ അങ്ങനെ ധൈര്യത്തിന്റെ ഭയത്തിന്റെ ഒന്നും പ്രശ്നമല്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമല്ല ഈ കാര്യത്തിൽ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ മദ്യനയത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് എന്നുള്ളത് ഘട്ടം ഘട്ടമായിട്ട് മദ്യനിരോധനം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഗവൺമെന്റിന്റെ നിലപാട് മുഖ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതായത് മദ്യനിരോധനവും മദ്യവർജനവും ഇത് രണ്ടും സമന്വയിപ്പിച്ചുള്ള ഒരു നിലപാടായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. അതിനുതകുന്ന നടപടികളായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. ഇപ്പൊ ഇതിനോടൊപ്പം ഗവൺമെന്റ് കുറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികളെ ഞങ്ങൾ പിന്താങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെ സർവാത്മന പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് പ്രായോഗികമായി ഒരു ഗവൺമെന്റിന് ഭരിച്ച് മുന്നോട്ട് പോകണമല്ലോ. എന്തൊക്കെ പ്രായോഗികമായിട്ടുള്ള തിരുത്തലുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ വരുത്തണമോ അത് സംബന്ധിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ വ്യക്തമാക്കിയല്ലോ. ശ്രീ അജയ് തറയിൽ, എങ്ങനെ പോയ സർക്കാരാണിത്? ആകെ കരിപിടിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ UDF ഇങ്ങനെ കരിപിടിക്കുമ്പോൾ, പ്രതിച്ഛായ നഷ്ടം വരുമ്പോൾ നേതൃമാറ്റം എന്ന ആവശ്യം UDF-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഒക്കെ ഉയരാറുണ്ട്. ഈ മന്ത്രിസഭ ഇങ്ങനെ പോയാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ ഒരു തലമാറ്റം ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ ഐ ഗ്രൂപ്പിന്? അല്ല നികേഷ്, ഇപ്പൊ തൽക്കാലം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഒരു വികസന അജണ്ട നടപ്പാക്കി കേരളത്തിൽ അഭംഗുരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മദ്യനയം ഉണ്ടാക്കിയ ചില വിവാദങ്ങൾ ഉണ്ടായി എന്നല്ലാതെ ഈ ഗവൺമെന്റ് മറ്റ് ഒരു മുഖം നോക്കിയാൽ അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ നോക്കിയാൽ ഒരു വികസനോന്മുഖമായ ഗവൺമെന്റാണ്. മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പടമായി വീണതല്ലോ കിടക്കുന്നു ഇടയിൽ എന്ന് പറഞ്ഞ പോലെ കിടക്കുന്ന ഒരു ഇടതുപക്ഷം. അതുകൊണ്ട് UDF-ന് ഇപ്പോഴും നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ല. ശ്രീ ഉമ്മൻചാണ്ടി തന്നെ നയിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് ഒരു UDF ഭരണം വീണ്ടും കൊണ്ടുവരുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രായോഗികമായ ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. UDF ശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന വിലയിരുത്തൽ ശ്രീ അജയ് തറയിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പോൾ തന്നെ എങ്ങനെയാണ് UDF പോകേണ്ടത്? എന്താണ് UDF വിഭാവനം ചെയ്യുന്നത്? അല്ലെങ്കിൽ മുന്നണി രാഷ്ട്രീയം എപ്പോഴും എന്താണ് നമ്മെ പഠിപ്പിച്ചിരുന്നത്? സംഘടനാപരമായി എടുക്കുന്ന തീരുമാനങ്ങളുടെ ആകത്തുക, ഓരോ സംഘടനകളും എടുക്കുന്ന തീരുമാനങ്ങളുടെ ആകത്തുക അതെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ സംഘടനകൾ വ്യത്യസ്ത സമീപനം പറയുമ്പോൾ സർക്കാർ വളരെ ടെക്നിക്കലായി ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചടി നേരത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ മുൻകാലങ്ങളിൽ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു എന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ UPA സർക്കാർ കോൺഗ്രസിനെയും മറ്റ് ഘടകകക്ഷികളെയും മറികടന്ന് ജനവിരുദ്ധ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടാണ് ആ മുന്നണി തകർന്നതും കോൺഗ്രസ് 44 സീറ്റുകളിലേക്ക് എത്തിയതും. സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടാകാനിടയില്ലേ? മുന്നറിയിപ്പ് മുസ്ലിം ലീഗ് എങ്കിലും നൽകേണ്ട സമയം അതിക്രമിച്ചില്ലേ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് അതിൻ്റേതായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഒരു യുണൈറ്റഡ് ഫ്രണ്ട് പ്രവർത്തിക്കുമ്പോൾ, ഒരു ഐക്യ ജനാധിപത്യ മുന്നണി ആയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും ഒരു മുന്നണി ഭരണം നടക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം അച്ചടക്കം പാലിക്കുക, ഘടകകക്ഷികൾക്ക് ഏകമായ അഭിപ്രായം ഉണ്ടാവുക എന്നതൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്ന ഘട്ടത്തിലൊക്കെ മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടുണ്ട്, പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചിട്ടുണ്ട്, സോണിയാഗാന്ധിയോട് സംസാരിച്ചിട്ടുണ്ട്, മുന്നണി യോഗങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ സാധാരണഗതിയിൽ നടക്കുക UDF-ഉം ഘടകകക്ഷികളും പാർട്ടികൾ ഒരു നയം തീരുമാനിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. ആ നയത്തിന് വിധേയമായി പ്രായോഗികമായ ഭരണം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ്. ഇവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ സാധ്യതയില്ല. ഇപ്പോൾ UDF-ൻ്റെ യോഗം ഇന്ന് ചേർന്നു.
മദ്യനയം എന്താണ് എന്ന UDFന്റെ നയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇന്നും ആ നയം ആവർത്തിച്ച് പറയുകയും ചെയ്തു. എന്നാൽ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മന്ത്രിസഭാംഗങ്ങളും മുഖ്യമന്ത്രിയും പറയുമ്പോൾ അത് ഈ നയത്തിന് വിധേയമായി നിന്നുകൊണ്ട് പ്രായോഗികമായി പരിഹരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് കൊടുത്തു. ആ തീരുമാനം. പക്ഷെ ഒരു വിയോജനക്കുറിപ്പോട് കൂടി ഇത് അവസാനിപ്പിച്ചോട്ടെ. ഇത്തരം ഒരു UDF യോഗത്തിലാണ് ഒരു കഷണം കടലാസ് എടുത്ത് മുഖ്യമന്ത്രി തീരുമാനങ്ങൾ വായിച്ചത്. ആ തീരുമാനങ്ങളാണ് മന്ത്രിസഭ അപ്പാടെ അംഗീകരിച്ചത്. വീണ്ടും ഒരു UDF യോഗം ചേരുമ്പോൾ ആ തീരുമാനങ്ങൾക്ക് അനുസരമായി മറ്റൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സമയക്കുറവുണ്ട്. ശ്രീ KN ഖാദർ വളരെ നന്നായി പറഞ്ഞു. അവസാന ഭാഗം താങ്കൾ നന്ദി ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ അജയ് തറയിൽ, ഡോക്ടർ TM തോമസ് ഐസക്, ജോണി നെല്ലൂർ, ശ്രീ KN ഖാദർ, ശ്രീ ഫ്രാൻസിസ് ജോർജ്.